മോക്ക് എത്ര കഷ്ടപ്പെട്ടാലും പണം വേണം. അന്നേരം പണം ഇത്തിരി കുറയുമ്പോ ഇന്ന് ജോലി ഇല്ലായിരുന്നെങ്കിൽ മക്കിയടഞ്ഞു എല്ലാം. നമസ്കാരം. കൊല്ലം ചെമ്പകമുക്ക് തൻ്റെ ഭാര്യയും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന വാഹനത്തെ ചേസ് ചെയ്ത് പിടിച്ച് പത്മനാഭൻ എന്ത് ചെയ്തു, പെട്രോൾ ഒഴിച്ച് വളരെ മൃഗീയമായി കൊന്ന ഒരു സംഭവം ഇപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ മരിച്ചത് മറ്റാരുമല്ല, അനില എന്ന് പറയുന്ന 44 വയസ്സുള്ള സ്ത്രീയാണ് മരിച്ചത്. അവിഹിതമാണ് പ്രശ്നം. ഭാര്യയുടെ സംശയം, ഭാര്യ ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്ന ബേക്കറിയിലെ പാർട്ട്ണറായ ഹനീഷ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അവിഹിതമുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു സംശയത്തിൻ്റെ പേരിലാണ് ഈ ഭർത്താവ് എന്ത് ചെയ്തത്, ഈ ദാരുണമായ കൊല നടത്തിയത് എന്നുള്ളതാണ്. അതായത് കൂടെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന ഹനീഷാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ചേസ് ചെയ്ത് തൻ്റെ ഒമിനി വാനിൽ ചേസ് ചെയ്ത് കൊണ്ട് ഇടിച്ചു നിർത്തിയതിനു ശേഷം പെട്രോൾ എടുത്തൊഴിച്ച് കത്തിച്ചു. അതിനകത്ത് മറ്റൊരു സഹായി ഉണ്ടായിരുന്നു, സോണി എന്തോണം പയ്യൻ്റെ പേര്. അവരത് രക്ഷപ്പെട്ടു. പക്ഷേ ഈ പറയുന്ന അനിലയ്ക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അനില മരിച്ചു. ഈ പുള്ളി നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്ത് ചെയ്തു, കീഴടങ്ങി. ഇതാണ് ഇപ്പോൾ ഈ പറയുന്ന അനിലയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഒരുപാട് വാർത്തകൾ, ഞെട്ടിക്കുന്ന കുറേ വാർത്തകൾ വരുന്നുണ്ട്. അത് പറയുന്നത് മറ്റാരുമല്ല, അത് പറയുന്നത് സ്വന്തം അമ്മയാണെന്നും കൂടി അറിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം അമ്മയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പത്മനാഭൻ എന്ന് പറയുന്ന ആൾ വളരെ സാധുവായ ഒരു മനുഷ്യനാണെന്നും അനില പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് എന്നാണ് സ്വന്തം അമ്മയാണ് പറയുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. സ്വന്തം അമ്മ തന്നെയാണ്. ഞാൻ വീണ്ടും അത് ക്ലാരിഫൈ ചെയ്തു. സ്വന്തം അമ്മയാണ് പറയുന്നത്. അമ്മയുടെ വാക്കുകളിലെല്ലാം ഈ പറയുന്ന അനിലയെക്കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും മാത്രമേ ഉള്ളൂ. അനില എന്തും ഈ പത്മനാഭനെ ഒരു വിലയും കൊടുക്കാത്ത ഒരു സ്ത്രീയാണ് അനില എന്നാണ് ഈ പറയുന്ന അമ്മ പറയുന്ന വാക്കുകളിലേക്ക് നിങ്ങൾ കണ്ടു അല്ലെങ്കിൽ ആട്ടോ എടുത്തേ പാചകമില്ലാത്തപ്പോ ഒരു ദിവസം ഇവിടെ മെക്കടനും വന്ന് ഈ ലോകത്തെല്ലാവർക്കും അറിയാവന്റെ സ്വഭാവം. എന്നിട്ട് ഈ കൊച്ചിനെന്ന് പറഞ്ഞാൽ പണം മതി, അതെന്തിനാ മറ്റുള്ളവർക്ക് കൊടുക്കുക? എന്റെ മോള്, എന്റെ അനില മോക്ക് എത്ര കഷ്ടപ്പെട്ടാലും പണം വേണം. അന്നേരം പണം ഇത്തിരി കുറയുമ്പോ ഇന്ന് ജോലി ഇല്ലായിരുന്നെങ്കിൽ മക്കിയടഞ്ഞു അല്ലെങ്കിൽ മക്കിയടഞ്ഞ് നിന്നിട്ട് അത് പറഞ്ഞിട്ട് കണക്ക് എന്നെ കേട്ട്. എന്നിട്ട് ഈയിടെയാക്കി പറഞ്ഞു പോയി ഒരു ദിവസം ഞാൻ 2 ദിവസത്തിന് മുമ്പ് പോയി. ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എൻ്റെ മോള് പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ളതാണ് അവർ പറയുന്നത് അല്ലേ? പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. ഈ ഒരു സംഭവം അങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു ബേക്കറി തുടങ്ങിയത് ഏതാണ്ട് 1 മാസം ആയിട്ടുള്ളൂ. ഈ ബേക്കറി തുടങ്ങിയിട്ട്, ഈ ബേക്കറി തുടങ്ങുന്ന സമയത്ത് ഇത് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഇവളെന്ത് ചെയ്തു, ഇവളിത് കേട്ടില്ല എന്ന് മാത്രമല്ല, ബേക്കറി തുടങ്ങിയതിന് ശേഷം ഈ പറയുന്ന പത്മനാഭനെ ഇനി ഈ ബേക്കറിയിലോട്ട് വന്നു പോകരുത് എന്ന് ഇവളെന്ത് ചെയ്തു, ഇവൾ പറയുകയും കൂടി ചെയ്തു. മനസ്സിലാക്കണം. അതായത് സ്വന്തം ഭാര്യയും മറ്റൊരു സുഹൃത്തുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബേക്കറി തുടങ്ങുന്നു. ബേക്കറി തുടങ്ങിയതിന് ശേഷം ഈ പുള്ളി അതിനകത്ത് കേട്ടില്ല. അവനും ഈ ഹനീഷ് എന്ന് പറയുന്ന അവനും എന്ത് ചെയ്തു, നീ ഇവിടെ കേട്ടില്ല, നീ എനിക്ക് ഇവിടെ ഒരു ബന്ധവുമില്ല, നീ ഇറങ്ങടാന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ ഇറക്കി. അതും അവൻ ഈ പറയുന്ന കാറ്ററിംഗ് പണിയാണ്. കാറ്ററിംഗ് പണിയില്ലാത്ത ദിവസം നമ്മുടെ വേറെ നീ ഒരു സ്റ്റാഫിനെ മാറ്റുക, ആ സ്റ്റാഫിന് പകരം ഞാൻ നിൽക്കാമെന്ന് പറയുമ്പോൾ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മക്കാട് പണിക്ക് പോകും, അതായത് കൂലിപ്പണിക്ക് പോകും എന്ന് വരെ വളരെ എന്ത് ചെയ്തു, ഈ പറയുന്ന പത്മനാഭനെ നാണം കെടുത്ത് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ബേക്കറിക്കകത്ത് നിനക്ക് കയറാൻ പറ്റത്തില്ല, നീ വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിച്ചോ, അല്ലെങ്കിൽ ഒരു പണിയും ഇല്ലെങ്കിൽ നീ എന്തിനും മക്കാട് പണിക്കെങ്കിലും പോകണം എന്നുള്ള രീതിയിൽ ആക്ഷേപിക്കുന്നു. ഒരു ദിവസം ഈ പത്മനാഭനും ഈ ഹനീഷുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ദിവസം മുമ്പ് കയ്യാങ്കളിയിലേക്ക് എത്തുന്നു. കയ്യാങ്കളിയിലെത്തി എന്ത് ചെയ്തു, ഈ പത്മനാഭനെ അടിക്കുന്നതെല്ലാം ഈ അനില നോക്കിക്കൊണ്ട് നിന്നു, ഒന്നും പ്രതികരിച്ചില്ല എന്നുള്ളതൊക്കെയാണ് പത്മനാഭന്റെ പരാതികൾ. നിങ്ങൾ ഇവിടെ കയറണ്ട, ഞങ്ങൾ ഇതങ്ങ് ചെയ്തോളാം. ഭർത്താവിന്റെ അടുത്ത് പറയുന്നു നീ ഇപ്പം കടയിൽ കയറണ്ടെന്ന്. അവനും പറഞ്ഞ് കടയിൽ കയറണ്ടെന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്ന് കിടന്ന് ഇവിടെ വീട്ടിൽ കിടക്കത്തില്ല, ഇവിടെ ഇങ്ങോട്ട് വന്ന് കിടന്ന് കൂട്ടുകാരെയും വിളിച്ച് കിടന്ന് കരഞ്ഞു കിടന്നിട്ട് ചോറും കഴിക്കത്തില്ല. കൊച്ചു വന്ന് വിളിക്കാൻ പറയും മക്കളും എല്ലാം കഴിയുമോളെ, ഞാനിവിടെ എങ്ങനെ കിടന്നോളാം. ഇനി എങ്ങനെയാണ് ഇവര് പരിചയപ്പെട്ടത്? ഈ പറയുന്ന അനില എങ്ങനെയാണ് ഈ പറയുന്ന ഹനീഷിനെ പരിചയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ അമ്മ തന്നെ പറയുന്ന വാക്കുകൾ, അതായത് ഈ ഒരു 1-2 മാസം മുമ്പ്, കുറച്ച് മാസം മുമ്പ് ഒരു വാഹന കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് ഈ ഹനീഷിനെ പത്മനാഭൻ പരിചയപ്പെടുന്നത്. ഏതോ ഒരു വാഹനം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ഹനീഷാണ് ഈ വാഹനം വാങ്ങിക്കൊടുക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ഈ നമ്പർ ഈ പറയുന്ന അനിലയ്ക്ക് കിട്ടുന്നു. അനില അതിനുശേഷം ഈ പറയുന്ന ഹനീഷുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബന്ധം
തുടങ്ങുന്നു. ആ ബന്ധത്തിൻ്റെ പുറത്ത് അത് പിന്നെ വളർന്ന വഷളായി അത് മറ്റൊരു തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ സംഭവിച്ച് മറ്റൊന്നുമല്ല, ഈ ഭർത്താവ് എന്ത് ചെയ്തു, ഒരു വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഹനീഷിനെ ബന്ധപ്പെടുന്നു. ഹനീഷ് ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നു. ഹനീഷിൻ്റെ നമ്പർ ഈ പറയുന്ന അനിലയ്ക്ക് കിട്ടുന്നു. അനില ഈ നമ്പർ വഴി ചാറ്റ് ചെയ്ത് സംസാരിച്ച് ഇവർ തമ്മിലുള്ള ഒരു അവിഹിതമായിട്ടൊരു ബന്ധം തുടങ്ങുന്നു. അതിനുശേഷം ഇവരുടെ പ്ലാൻ അനുസരിച്ച് എന്ത് ചെയ്തു, ഇവരൊരു ബേക്കറി തുടങ്ങുന്നു. മനസ്സിലായോ? ബേക്കറി തുടങ്ങിയിട്ട് അവനും യവനുമായിട്ട് പാർട്ണർഷിപ്പ് കൊണ്ട് ഒരു ബേക്കറി തുടങ്ങുന്നു. അപ്പോഴൊന്നും പത്മനാഭന് വലിയ പിന്നീട് എന്താണ് ഈ പറഞ്ഞതുപോലെ സംശയങ്ങളൊന്നുമില്ല. അതിനുശേഷം പത്മനാഭന് മനസ്സിലായി ഇവർ തമ്മിലൊരു ബേക്കറി തുടങ്ങിയത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണെന്ന് പത്മനാഭൻ മനസ്സിലാക്കുന്നു. പത്മനാഭൻ എന്ത് ചെയ്യുന്നു, ഇനി ആ ബേക്കറി വേണ്ട, അല്ലെങ്കിൽ ഒന്നുകിൽ നീ അവനെ വിട്, അല്ലെങ്കിൽ നീ അവിടെ വിട്ടുവാ എന്നുള്ള രീതിയിൽ പത്മനാഭൻ എന്ത് ചെയ്യുന്നു, കയർക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം ഇവിടെ പത്മനാഭനെ തീരെ അവോയ്ഡ് ചെയ്തുകൊണ്ട് പത്മനാഭൻ വേണ്ടെങ്കിലും വേണ്ട, ഞാൻ ഈ ബേക്കറി ഒരിക്കലും വിടത്തില്ല, ഞാൻ അവൻ്റെ കൂട്ടത്ത് മാത്രമേ എന്ത് ചെയ്യൂ പണി ചെയ്യുള്ളൂ എന്ന് ഷാട്ടിയും പിടിക്കുക. അവിടെ നിന്ന് മാറി ബേക്കറിയുടെ അടുക്കിലേക്ക് ഒരു വാടക വീടെടുത്ത് താമസം തുടങ്ങുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ഈ പറയുന്ന അനിലയുടെ അമ്മ വരെ, അമ്മയായിക്കോട്ടെ, അവിടെ വേറൊരു അമ്മാവൻ്റെ ഒരു ചാനലിൻ്റെ പേര് പറയാൻ മറന്നു കേട്ടോ, ഞാൻ ഓർക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ചാനലിൽ വന്നൊരു വാർത്തയാണ്. അപ്പോൾ ഈ പറയുന്ന അനിലയുടെ അമ്മ വരെ എന്ത് ചെയ്യുന്നു, സ്വന്തം മോളെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഈ അനില എന്ന് പറഞ്ഞ ഒരു അഹങ്കാരിയായ ഒരു സ്ത്രീ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പറയുന്ന പത്മനാഭൻ ചെയ്തതൊന്നും നമ്മൾ ന്യായീകരിക്കുകയില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ പത്മനാഭൻ രണ്ടാമത്തെ വിവാഹമാണ്. പത്മനാഭൻ ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇത് ഈ പറയുന്ന അനിലയെ കല്യാണം കഴിച്ചത് രണ്ടാമത്തെ വിവാഹമാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ സ്വന്തം ഭാര്യ എന്ത് ചെയ്യുന്നു, ഒരു ബേക്കറി തുടങ്ങുന്നു, സ്വന്തം കാമുകനുമായിട്ട്, അല്ലെങ്കിൽ പത്മനാഭൻ തന്നെ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു കാമുകനുമായിട്ട് പിന്നീട് ഒരു അവിഹിത ബന്ധം സൃഷ്ടിക്കുന്നു. അവർ പിന്നെ എന്ത് ചെയ്തു, പിന്നെ പാർട്ട്ണർഷിപ്പ് കൊണ്ടൊരു ബേക്കറി തുടങ്ങുന്നു. അത് പത്മനാഭന് മനസ്സിലായി. പത്മനാഭൻ ആ ബേക്കറിയിൽ കയറ്റുക കൂടി ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറയുന്ന അമ്മ പറയുന്നുണ്ട്, അവനൊരു പാവമാണ്, അവള് പോയി എവിടെയെങ്കിലും മക്കാട് പണിക്ക് പോടാ എന്ന് പറയുമ്പോൾ തന്നെ അവൻ മക്കാട് പണിക്ക് വരെ ഒരു പാവമാണ്, അവനെ എവിടെ വേണേൽ ചോദിച്ചാൽ നോക്കിയാൽ മനസ്സിലാവും അവനൊരു പാവമാണ്. ഇതെല്ലാത്തിനും കാരണം എൻ്റെ മകളാണെന്നൊരു അമ്മ തന്നെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരു അമ്മായി അല്ല പറയുന്നത്, പത്മനാഭൻ്റെ അമ്മയല്ല പറയുന്നത്. ഈ പറയുന്ന അനിലയുടെ അമ്മ. അനിലയെ എന്ത് ചെയ്തു, പെട്രോൾ ഒഴിച്ച് കൊന്നു. അനില ഇപ്പം ജീവിച്ചിരിപ്പില്ല. അത് കൊന്നത് പത്മനാഭനാണ്. പത്മനാഭൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പറയുന്ന ഇവിടെ മരുമകനാണ്. എന്നിട്ട് ഒരു മരുമകനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവർ കൂടെ നിർത്തുന്നത്. പറയുന്നത് അനിലയെ ഇത്രയും കുറ്റം പറയുന്നതെങ്കിൽ അനിലയുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള തെറ്റ് ഉണ്ടാവും, ഒരു അഹങ്കാരം വന്നിട്ടുണ്ടാവാം. ഇനി എനിക്ക് ഈ പറയുന്ന പത്മനാഭൻ കുറച്ച് വയസ്സായില്ല, ഇനി അവനെ വേണ്ട, ഇനി എനിക്ക് ഈ പറയുന്ന ഹനീഷിന് മതി എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ടാവാം. അതുകൊണ്ടാവാം ഈ പുള്ളിക്ക് എന്താണ് ഒരു നിവൃത്തിയില്ലാതെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ എന്താണ് അവിടെയുള്ള മെമ്പർമാരൊക്കെ വന്ന് ഇതിനെ ഒരു ക്ലിയർ ആക്കി, നിങ്ങൾക്ക് ഇത്ര 1.5 ലക്ഷം രൂപ എന്ന് തന്ന് നിങ്ങൾ മാറാം. അപ്പം ഈ പത്മനാഭൻ പറഞ്ഞു 10-ാം തീയതിക്ക് അതുകൊണ്ട് ഞാൻ 1.5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 10-ാം തീയതി വരെ ഞാൻ ഈ ബേക്കറിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ ഈ 1.5 ലക്ഷം രൂപ കൊടുക്കാൻ ഈ ഹനീഷ് ആവശ്യപ്പെട്ടത് തന്നെ കൂടുതലാണ്. അത് ഈ അനില പറഞ്ഞിട്ടാണ് ഈ 1.5 ലക്ഷം ആവശ്യപ്പെട്ടത്. അത്രയൊന്നുമില്ല, അനിൽ എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം വാങ്ങിച്ചാൽ അവൻ്റെ അത്ര പൈസയൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു പിന്നെ ഇതൊക്കെ ഈ ഒരു സംശയങ്ങളൊക്കെ പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു. വീണ്ടും ഈ പറയുന്ന എന്താണ് അനില പിന്നീട് ഹനീഷുമായിട്ട് വീണ്ടും ഞാൻ പറഞ്ഞതൊന്നും എന്താണ് പരിഗണനയിലെടുക്കാതെ വീണ്ടും അവനുമായിട്ട് കാറിൽ കറങ്ങുന്നു എന്ന് തോന്നിയപ്പോൾ ഇങ്ങനെ ഇത് ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ്, നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുക. അതുപോലെ പത്മനാഭൻ ഇതിന് മുമ്പേയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വീട്ടിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. പത്മനാഭൻ സ്വന്തമായിട്ട് പെട്രോൾ തലയിൽ കൂടെ ഒഴിച്ചുകൊണ്ട് തീ കത്തിക്കാൻ വേണ്ടി നിന്നപ്പോൾ അനിൽ തന്നെ പറഞ്ഞു വന്ന് ഇതൊക്കെ വേറെ നാടകമാണ്, നിങ്ങൾ മൈൻഡ് ചെയ്യണം, ചാവട്ടെ എന്നുള്ള രീതിയിൽ അനിൽ സംസാരിച്ചു എന്നുള്ളൂ. അപ്പം ഇതിനൊരിക്കലും നമുക്ക് ഈ പറയുന്ന അനിലയെ ന്യായീകരിക്കാൻ പറ്റില്ല. അവിഹിതങ്ങളാണ് ഓരോ കുടുംബങ്ങളും ഇങ്ങനെ ഒരു വഴിയാധാരമായി പോകുന്നത് കണ്ടല്ലോ. ഇപ്പം അവിഹിതം വന്ന് അവസാനം എന്ത് ചെയ്തു, ആ മക്കൾക്ക് ആ അമ്മയ്ക്കൊന്നും മോളില്ലാതായി അല്ലേ, ഇപ്പം ഒടുങ്ങേണ്ടതായിട്ട് വന്നു. ഇതിൻ്റെ അപ്പുറം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.